നമസ്കാരം, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ്. അതായത് സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം ഭാഗങ്ങൾ ചേർന്നാണ് സോഷ്യൽ കേസ് വർക്ക് അതിൻ്റെ പരിപൂർണതയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഏത് രീതിയിലായിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദ പ്ലേസ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഈസ്, എന്താണ് സോഷ്യൽ കേസ് വർക്കിൽ ഒരു പ്ലേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ദ ഫിസിക്കൽ ഓഫീസ്, ദ സോഷ്യൽ ഏജൻസി ഓർ ഓർഗനൈസേഷൻ ഓഫറിംഗ് സർവീസസ്, ക്ലയൻറ്റ്സ് ഹോം ഒൺലി, മാർക്കറ്റ് പ്ലേസ്. ഇതിൽ എന്തിനാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ കോണ്ടെക്സ്റ്റിൽ പ്ലേസ് എന്ന് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സോഷ്യൽ ഏജൻസിനെയാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഏജൻസിനെയോ ഓർഗനൈസേഷനെയാണ് സോഷ്യൽ കേസ് വർക്ക് കോണ്ടെക്സ്റ്റിൽ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, സർവീസ് ഓഫർ ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് കോണ്ടെക്സ്റ്റിൽ ഒരു പ്ലേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ മേജർ കോമ്പോണൻസ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോഷ്യൽ കേസ് വർക്കിൽ 4 കമ്പോണൻസ് ആണ് ഉള്ളത്. പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ്, പ്രോസസ്. 4 പീസ് അഥവാ 4 പീസ് ഇൻ സോഷ്യൽ കേസ് വർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ്. ഈ 4 കമ്പോണൻസും കൂടെ ചേർന്നിട്ടാണ് സോഷ്യൽ കേസ് വർക്ക് എഫക്റ്റീവായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പിന്നെ ഓരോ കമ്പോണൻസിൻ്റെയും പ്രത്യേകത എന്താണ് സോഷ്യൽ കേസ് വർക്ക് കോണ്ടെക്സ്റ്റിൽ ഒരു പേഴ്സൺ, എന്താണ് പേഴ്സൺ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം, എന്താണ് ഒരു പ്ലേസിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്ത് പ്രോസസ്സിലൂടെയാണ് ഈ പ്ലേസിൽ ഈ ഒരു പ്രോബ്ലവുമായി വരുന്ന വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ ഇത് അതേ ഓർഡറിൽ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് ഈ ഒരു 4 പി എലമെൻസിനെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്. അപ്പോൾ പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ്, പ്രോസസ് ഈ ഓർഡറിൽ ഓർത്തിരിക്കുക. ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്: എ പേഴ്സൺ വിത്ത് എ പ്രോബ്ലം കംസ് ടു എ പ്ലേസ് വെയർ ഹി അണ്ടർഗോസ് എ പ്രോസസ്. അതായത് ഒരു വ്യക്തി ഒരു പ്രശ്നവുമായിട്ട് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തുന്നു. ആ പ്ലേസിൽ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സാണ് കേസ് വർക്ക് ഇൻ്റർവെൻഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് വഴി ഈ വ്യക്തിയുടെ പ്രശ്നം ലഘൂകരിക്കപ്പെടുന്നു. അതാണ് ഈ 4 പ്രോസസ്സിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പി ആയിട്ടുള്ള പേഴ്സൺ, ഒരു പേഴ്സണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പേഴ്സൺ, എന്ത് തരം പേഴ്സൺസ് ആയിരിക്കും കേസ് വർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു കേസ് വർക്ക് സർവീസിന് വേണ്ടി ഏജൻസിയിൽ എത്തുന്നത്? ഒരു പേഴ്സണിൻ്റെ ബിഹേവിയർ, എന്ത് തരം ബിഹേവിയർ ഉള്ള ആളായിരിക്കും? അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ബിഹേവിയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബിഹേവിയറിന് അതിൻ്റേതായിട്ടുള്ള ഒരു പേർപ്പസും ഒരു മീനിങ്ങും ഉണ്ടായിരിക്കും. എപ്പോഴും ഓരോ വ്യക്തികൾ ഓരോ ബിഹേവിയർ പെർഫോം ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ, ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ, നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല ആക്ഷൻസിനും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മോട്ടീവ്സ്, ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ബിഹേവിയറിൻ്റെ പിന്നിലുള്ള റീസൺ. അപ്പോൾ ഏതൊരു വ്യക്തി നമ്മുടെ ഏജൻസി സെറ്റിങ്ങിലേക്ക് വരുമ്പോഴും ആ വ്യക്തിക്ക് ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. ആ ബിഹേവിയറിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ വ്യക്തി എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ല, ഡിസോർഡർ, ഈ ഒരു ഫ്രസ്ട്രേഷൻ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ആൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കാം കാണിക്കുന്നത്. ഒരു ബാലൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല. ഒരു ബിഹേവിയർ ഉള്ളപ്പോൾ തന്നെ ആ ബിഹേവിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വ്യക്തികളും നമ്മളുടെ ഈ ഒരു കേസ് വർക്ക് കോണ്ടെക്സ്റ്റിലേക്ക് കടന്നു വരാം. അപ്പോൾ എങ്ങനെയുള്ള വ്യക്തി ആയിരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ എഫക്റ്റീവായി ബിഹേവിയർ പെർഫോം ചെയ്യാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വെൽബീയിങ് ആകെപ്പാട് തകരാറിലായിരിക്കാം. അവരുടെ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഴ്സണിൻ്റെ വെൽബീയിങ് ഒരു പക്ഷേ കുറച്ച് കുറവുള്ള അവസ്ഥയിലായിരിക്കാം, എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ആ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെൻറ്റ് അദ്ദേഹത്തെ വല്ലാണ്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് തരത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഓർത്തിരിക്കുക, നമ്മളുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട് എങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളായിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ കാണപ്പെടുന്ന എല്ലാ പേഴ്സൺസും സോഷ്യൽ കേസ് വർക്ക് കോണ്ടെക്സ്റ്റിൽ സഹായം ആവശ്യമുള്ള ആളാവണമെന്നില്ല. സോഷ്യൽ കേസ് വർക്കിലേക്ക് ഒരു പേഴ്സൺ കടന്നു വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: അദ്ദേഹത്തിൻ്റെ വെൽബീയിങ്, ഡേ ടു ഡേ ഫംഗ്ഷനിങ്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഡിസ്ട്രെസ്ഡ് ആയിരിക്കാം, ഫിസിക്കലി ഒരു ക്രോണിക് ഇൽനെസ് മൂലമോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് മൂലം
ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിന് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം ആയിരിക്കാം ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അദ്ദേഹം ഐസൊലേറ്റഡ് ആയിരിക്കാം, സോഷ്യലി വിത്ഡ്രോൺ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ് ആസ് എ പേഴ്സൺ പെർഫോം ചെയ്യുന്നതിൽ പല പല ബുദ്ധിമുട്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ കേസ് വർക്ക് കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന ഒരു പേഴ്സണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു സ്റ്റേജിലുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നേച്ചറിൻ്റെയും നർച്ചറിൻ്റെയും ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് അദ്ദേഹം നിലവിൽ ജീവിക്കുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന എൻവയോൺമെൻറ്റിൻ്റെ ഒരു കമ്പൈൻഡ് ഇൻഫ്ലുവൻസിലും അദ്ദേഹം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും. അപ്പം പ്രസൻറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാൻ, കോൺസ്റ്റൻ്റ്ലി ഫ്യൂച്ചറിലേക്ക് ത്രൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയായിരിക്കും അദ്ദേഹം. പ്രസൻറ്റിൽ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിലും ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ സിറ്റുവേഷൻ ബെറ്റർ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് തീർച്ചയായിട്ടും ഒരാളൊരു കേസ് വർക്ക് കോണ്ടെക്സ്റ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഈ പേഴ്സണിൻ്റെ ബീയിങ് ആൻഡ് ബിക്കമിങ് ബിഹേവിയർ, ഇപ്പം നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളും നാളെ എന്താകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറും എല്ലാം ഷേപ്പ് ചെയ്യുന്നതിൽ എന്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്? യെസ്, നമ്മളുടെ കൾച്ചറിന് വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ഒരു കേരള കൾച്ചറിലുള്ള നേച്ചറും നർച്ചറും അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസും ഒന്നും ആയിരിക്കണമെന്നില്ല ഒരു വെസ്റ്റേൺ കൾച്ചറിലോ യൂറോപ്യൻ കൾച്ചറിലോ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ നിലവിലുള്ള സാഹചര്യവും നാളെ എന്തായിരിക്കണം എന്നുള്ള ആഗ്രഹവും എല്ലാം നിലവിലത്തെ കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസും ഒരു വ്യക്തി പെർഫോം ചെയ്യുന്ന സോഷ്യൽ റോളുകളും അനുസരിച്ച് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വർക്കിംഗ് വുമണിനുള്ള സ്ട്രെസ് ആയിരിക്കണം എന്നില്ല ഒരു സ്റ്റുഡൻറ്റിനുള്ള സ്ട്രെസ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സോഷ്യൽ റോളിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ റോളിനനുസരിച്ച് എന്തായി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിലവിൽ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, പേഴ്സണൽ സോഷ്യൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാരണം ആ വ്യക്തിക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം നിലവിലുള്ളതും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ഉള്ളതും. അപ്പം ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നിലവിലൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങും നാളെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആസ്പിറേഷനോടും കൂടിയിട്ടായിരിക്കും ഒരു വ്യക്തി സോഷ്യൽ വർക്ക് കോണ്ടെക്സ്റ്റിലേക്ക് വരുന്നത്. അപ്പം എ പേഴ്സൺ ഹൂ കംസ് ആസ് എ ക്ലയൻറ്റ്, മറ്റൊരു പ്രത്യേകതയാണ് ഇങ്ങനെ വരുന്ന പേഷ്യൻസ് അല്ല, ഇങ്ങനെ വരുന്ന പേഴ്സൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ്. ഓർത്തിരിക്കുക, നമ്മുടെ അടുത്ത് സർവീസിന് വേണ്ടി എത്തുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ്. നമ്മൾ പേഷ്യൻസ് എന്ന് വിളിക്കാൻ പാടില്ല. ഇതൊരു മെഡിക്കൽ സെറ്റിംഗ് അല്ല, അല്ലെങ്കിൽ നമ്മളൊരു രോഗീനെ അല്ല ചികിത്സിക്കുന്നത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരാൾ. സോ ആരാണോ നമ്മുടെ അടുത്ത് വരുന്ന ഈ വ്യക്തി, ആ വ്യക്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ് കേസ് വർക്കർ ഇൻട്രാക്ഷൻ എന്നായിരിക്കും ഇനി മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് പറയുക. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് വരുന്നു കേസ് വർക്കിനെങ്കിൽ അതൊരു സോഷ്യൽ ഏജൻസിയിലേക്കായിരിക്കാം. സോഷ്യൽ ഏജൻസി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അതിപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിലും ആയിരിക്കാം. ഒരു സ്കൂൾ സെറ്റിങ്ങിലായിരിക്കാം, ഹോസ്പിറ്റൽ സെറ്റിങ്ങിലായിരിക്കാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിങ്ങിലായിരിക്കാം. എവിടെയാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി ബുദ്ധിമുട്ടുമായി വരുന്നുവെങ്കിൽ ഹീസ് അപ്രോച്ചിങ് എ സോഷ്യൽ ഏജൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്ലയൻറ്റ് എന്തുകൊണ്ടും ഹി വിൽ ബി അണ്ടർ സ്ട്രെസ്. അല്ലാതെ വെറുതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാൾ കേസ് വർക്കിന് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീവ്രമായിട്ടുള്ള ടെമ്പററി ഓർ പെർമനൻറ്റ് സ്ട്രെസ് കൊണ്ട് ആ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുന്ന ആളെ, പേഴ്സൺ എന്ന് പറയുന്ന ആളെ തന്നെ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വിളിക്കുന്നത് ക്ലയൻറ്റ് എന്നാണ്. ക്ലയൻറ്റ് ഓൾവേസ് സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആൾ വെറുതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നതിൽ ഫെയിൽ ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സൺ എന്ന വേർഡിൽ നിന്ന് സോഷ്യൽ കേസ് വർക്ക് കോണ്ടെക്സ്റ്റിൽ പേഴ്സൺ എന്ന വേർഡിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ഒരു എലമെൻറ്റ് ഓഫ് സ്ട്രെസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും പ്രീവിയസ്ലി ഈ സ്ട്രെസ് എലമെൻറ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഉള്ള മനുഷ്യനാണ് നമ്മൾ കണ്ടു. എന്തുകൊണ്ടായിരിക്കും? സൈക്കോളജിക്കൽ ആയിരിക്കാം, സോഷ്യൽ ആയിരിക്കാം, എൻവയോൺമെൻറ്റ് ആയിരിക്കാം, ടെമ്പററി ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, പെർമനൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, ഒരു ജോലി നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരേ പ്രോബ്ലം ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് വരുന്ന, നമ്മളിപ്പോൾ ഏതൊരു സെറ്റിങ്ങിൽ വർക്ക് ചെയ്താൽ, അതിപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവരും ഒരേ അസുഖത്തിന് മരുന്ന് മേടിക്കാനല്ല വരുന്നത്. അതുപോലെ തന്നെ ഒരു സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്താൽ എല്ലാ കുട്ടികളുടെയും പ്രശ്നം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതോ മിസ്കണ്ടക്റ്റോ ADHD ഒന്നും ആയിരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്താലും
നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും അവരവരുടെ പ്രോബ്ലം ഭയങ്കര വലിയ പ്രോബ്ലം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ചെറിയ പ്രോബ്ലം ആണല്ലോ എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓൾസോ പ്രോബ്ലംസ് ഭയങ്കര ഡൈവേഴ്സ് ആണ്, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ പ്രോബ്ലം, ഒരു സോഷ്യൽ കേസ് വർക്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ സോഷ്യൽ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി പ്രശ്നത്തിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡേ ടു ഡേ ലൈഫിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു. ഒന്നെങ്കിൽ ആൾ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആവുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണ്ട് വർക്ക് ചെയ്ത പോലെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു റിഡക്ഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് സംഭവിക്കാം. അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഡെഫിനിഷനാണ് അദ്ദേഹം സോഷ്യലി ഫങ്ഷൻ ചെയ്യുന്നതിൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫെയിൽഡായി വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രോബ്ലം ഏത് തരം പ്രോബ്ലം ആണെങ്കിലും അൾട്ടിമേറ്റ്ലി ആ പ്രോബ്ലം ഒരു വ്യക്തിയുടെ സോഷ്യൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾസോ ഒരു പ്രോബ്ലം ഒരൊറ്റ പ്രോബ്ലം കൊണ്ടായിരിക്കണം എന്നില്ല. ഒരു പ്രോബ്ലത്തിന് മൾട്ടി ഫിസിറ്റഡ് ആണ്, അതായത് മൾട്ടി ഫേസ്ഡ് ഉണ്ട്, മൾട്ടിപ്പിൾ ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഡൈനാമിക് നേച്ചറുള്ള ഒരു പ്രശ്നമാണ്. ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം കാരണം ജീവിതത്തിൽ തന്നെ മറ്റ് പല ഫാക്ടേഴ്സും എഫക്റ്റ് ചെയ്യപ്പെടാം. ഇപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേരൻ്റ് ഉള്ള വീട്ടിൽ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം കുട്ടിക്ക് മറ്റു റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരൊറ്റ പ്രശ്നം കൊണ്ട് തന്നെ പലതരത്തിലുള്ള അഡീഷണൽ പ്രശ്നങ്ങൾ വരാം. ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നത്തിലേക്ക് മ്യൂച്വലി ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ പല ഫേസസ് ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും എന്തിന്, പ്രോബ്ലം. ഒരു വ്യക്തി പ്രസൻറ്റ് ചെയ്യുന്ന പ്രോബ്ലം അത് എന്ത് തരം പ്രോബ്ലം ആണെങ്കിലും അത് ഡിഫറെൻറ്റ് ഫേസസ് ഉള്ളതും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ്, ഭയങ്കര ഡൈനാമിക് ആയിട്ടും ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നത്തിന് കാരണമാകാനും തിരിച്ചും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുക, ഇതിൻ്റെ നേച്ചർ, ഇതിൻ്റെ ആ ഒരു രീതികളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കേസ് വർക്കർക്ക് ഒരു അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ പ്രോബ്ലത്തിൻ്റെ പല ഡയമെൻഷൻസ് മനസ്സിലാക്കാത്തിടത്തോളം കാലം അസസ്മെൻറ്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, ഇൻ്റർവെൻഷൻ ഇൻഎഫക്റ്റീവായി മാറാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലത്തിൻ്റെ ചോയ്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ക്ലയൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന പ്രോബ്ലം ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം തന്നെയാണോ. മേ ബി ക്ലയൻറ്റിൻ്റെ സ്വന്തം പ്രോബ്ലം ആയിരിക്കണം എന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നം ഇന്നവേ നമ്മളുടെ ജീവിതത്തെ ബാധിക്കാം, അല്ലെങ്കിൽ നമുക്കതൊരു പഠിക്കാൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കാം. അപ്പോൾ ശരിക്കും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പ്രോബ്ലമോ നമ്മളെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോബ്ലം അല്ലെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ സോഷ്യൽ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് നിലവിൽ ഈ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം ആളുടെ സ്വന്തം പ്രോബ്ലം ആണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട പ്രോബ്ലം ആണോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് ലീഡർഷിപ്പ് ഗിവൺ ബൈ കേസ് വർക്കർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഫഷണൽ നോളജ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്ന് പ്രോബ്ലം പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്കത് മനസ്സിലാകും. നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതോ നമ്മൾക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ നോളജ് ഉള്ളതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് വെച്ച് നമുക്ക് അസസ്മെൻറ്റ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണോ. ഞാനൊരു മാരിറ്റൽ കൗൺസിലർ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഒരു ക്ലയൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അത് ഇൻ്റർവീൻ ചെയ്യാൻ യാതൊരു എക്സ്പേർട്ടൈസും ഉണ്ടായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അഡീക്വേറ്റ് ആയിട്ടുള്ള എക്സ്പേർട്ടൈസ് ഉണ്ടായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റ് ഒരു പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം പ്രൊഫഷണൽ നോളജ് ഉണ്ട്, എത്രമാത്രം നമുക്കത് ടേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ഈ പ്രോബ്ലം നമ്മളുടെ ഏജൻസിയുടെ ഫങ്ഷണൽ സെറ്റിങ്ങിൽ റിലവൻ്റ് ആണോ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ പേഷ്യൻ്റ് റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ പെട്ടെന്നുള്ള മൾട്ടി മോർബിഡ് കണ്ടീഷൻസ് കൊണ്ടോ ക്രോണിക് കണ്ടീഷൻസ് കൊണ്ടോ പെട്ടെന്നുണ്ടാകുന്ന ഗ്രീഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സൊക്കെ ആയിരിക്കാം യൂഷ്വലി എൻ്റെ പരിധിയിൽ വരേണ്ടത്. അല്ലാതെ ഞാനൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചൈൽഡിൻ്റെ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, അക്കാഡമിക് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഡീൽ ചെയ്യാൻ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൽ ഇടപെടുന്നതിനകത്ത് കേസ് വർക്കർക്ക്, അല്ലെങ്കിൽ കേസ് വർക്കർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഏജൻസിക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, പലതരം പ്രശ്നങ്ങളായിട്ട് ആളുകൾ വരുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ റിലവൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യമാണ്, ക്ലയൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ സ്വന്തം പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മൂലം ക്ലയൻറ്റ് അനുഭവിക്കുന്ന സ്ട്രെസ്സാണോ. അതുപോലെ ഈ പ്രശ്നത്തെ ഡീൽ ചെയ്യാൻ കേസ് വർക്കർക്ക് എഫക്റ്റീവായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ.
ഇത് നമ്മളുടെ ഏജൻസിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണോ? ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ അസസ്മെന്റ് അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. അപ്പോൾ പലതരം പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും ഈ പ്രോബ്ലം? ഏത് ലെവലിൽ എത്തുമ്പോഴാണ് ഒരു പ്രോബ്ലം സോഷ്യൽ കേസ് വർക്കറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള തരത്തിലേക്ക് മാറുന്നത്? എന്തൊക്കെ പ്രശ്നത്തിനാണ് പ്രൈമറിലി സോഷ്യൽ കേസ് വർക്ക് ഉപയോഗിക്കുന്നത്? അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഒരു പ്രശ്നമില്ലാത്ത വ്യക്തികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, വലിയ പ്രശ്നങ്ങളായിരിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ തീരുന്ന പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ നാളെ ഒരു എക്സാം ഉണ്ടെങ്കിൽ എക്സാം കഴിയുന്ന വരെയുള്ള സ്ട്രെസ് ആയിരിക്കാം ഒരാളുടെ പ്രശ്നം. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യുന്നവരെ ചിലപ്പോൾ അത് കുറച്ച് അധികം കാലം നീണ്ടു പോയേക്കാം. ഇനി ഒരാളുടെ ഗ്രീഫ്, ഒരാളുടെ ലോസ് കൊണ്ടുണ്ടായ ഗ്രീഫ് ആണെങ്കിൽ പൊതുവേ ഒരു ഗ്രീവിങ് പീരീഡിന് ശേഷം ആ പ്രശ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രോബ്ലംസ് പല രീതിയിൽ, പല ഡ്യൂറേഷനിലുള്ള, പല നേച്ചറിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ എപ്പോഴും പ്രോബ്ലം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഒരു കോസ് ഉണ്ടായിരിക്കും, ഒരു കാരണം ഉണ്ടായിരിക്കാം. ആ കാരണത്തിൻ്റെ ഒരു ബലമായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി ഒരു എഫക്റ്റ് നിലവിലത്തെ പ്രോബ്ലം ആയിട്ട് വരുന്നത്. നിലവിലൊരു പ്രോബ്ലം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് വീണ്ടും അടുത്ത പ്രോബ്ലത്തിന് അത് കാരണമാകാം. അപ്പോൾ എപ്പോഴും ഒരു പ്രോബ്ലം ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിന് ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ആൽക്കഹോളിക് പേരൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആൽക്കഹോളിക് പേരൻറ്റിൻ്റെ വന്നതിൻ്റെ ഫലമായിട്ട് ആ വീട്ടിലാകെ ഒരു ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫുൾ ഫാമിലി ഡിസ്ട്രെസ് വന്നു. ഇങ്ങനെ ഫാമിലി ഡിസ്ട്രെസ് വന്നതിൻ്റെ ഫലമായിട്ട് ആ വീട്ടിലുള്ള കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു കോസാണ് ആൽക്കഹോളിസം. ആൽക്കഹോളിസം എന്ന് പറയുന്നൊരു കോസ് വന്നു. അതിൻ്റെ എഫക്റ്റ് ആയിട്ട് ആ വീട്ടിലെ ഫാമിലി ഡൈനാമിക്സ് മൊത്തം തകർന്നു, ഫാമിലി പ്രോബ്ലംസ് ആയി. ഈ ഫാമിലി പ്രോബ്ലംസ് ഇങ്ങനെ വളരെ അഗ്രവേറ്റഡ് ആയി വന്നതോടുകൂടി ആ വീട്ടിലെ ഒരു കുട്ടിയുടെ മാർക്കുകളൊക്കെ വല്ലാതെ കുറഞ്ഞു. അപ്പോൾ ഒരു സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്, കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു. അപ്പോൾ ഇതൊരു കോസാണ്. അതിൻ്റെ ഫലമായിട്ടൊരു ഫാമിലി ഡിസ്ട്രെസ് വന്നു. ആരും കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, ആരും കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടി ഇമോഷണലി ഡൗൺ ആയി. ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ സ്കൂൾ പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും ഇതൊരു കോസ് എഫക്റ്റ് ആയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു എഫക്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത് വീണ്ടും ഒരു കോസായി എന്തിന്? ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്നുള്ളൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കോസ് മറ്റൊരു എഫക്റ്റ് ആയിട്ട് മാറാം. അറ്റ് ദ സെയിം ടൈം അത് മറ്റൊരു പ്രശ്നത്തിൻ്റെ കോസായിട്ടും കാരണമായിട്ടും മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് എങ്ങനെ ഒരു പ്രോബ്ലം കോസ് ആകുന്നു, അറ്റ് ദ സെയിം ടൈം അത് എഫക്റ്റ് ആകുന്നു എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് കോസ്, എന്താണ് എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോബ്ലം ഒരു എഫക്റ്റ് ആയാലും ഒരു കോസ് ഒരു എഫക്റ്റ് ലീഡ് ചെയ്യാം. ആ എഫക്റ്റിൽ നിന്ന് മറ്റൊരു കോസും ഉണ്ടാകാം. അപ്പോൾ ഏതൊരു പ്രശ്നമായിരുന്നാലും എനി പ്രോബ്ലം ദാറ്റ് എ പേഴ്സൺ എൻകൗണ്ടേഴ്സ് ഹാസ് ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് സിഗ്നിഫിക്കൻസ്. ആ വ്യക്തിക്ക് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സബ്ജക്റ്റീവ് ആക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയിലും ഇൻറ്റൻസിറ്റിയിലും ഒക്കെ വ്യത്യാസം വരാം. ഇപ്പം ഒരേ പ്രശ്നമുള്ള രണ്ട് വ്യക്തികൾ നമ്മുടെ അടുത്ത് വന്നു, രണ്ടുപേരുടെയും പ്രശ്നം സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്സ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്കില്ല എന്നുള്ളതാണെങ്കിൽ പോലും ഈ ഒരു സെയിം പ്രശ്നത്തെ രണ്ട് വ്യക്തികളും അഭിമുഖീകരിക്കുന്ന രീതി അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്കില്ലാത്ത വ്യക്തികൾക്ക് വീട്ടിൽ നിന്ന് വലിയ സ്ട്രെസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ മറ്റൊരു കുട്ടിക്ക് ഭയങ്കര എക്സ്ട്രീം പ്രഷറായിരിക്കും, താങ്ങാൻ പറ്റാത്ത പ്രഷറായിട്ടായിരിക്കാം ഒരു പക്ഷെ നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഒരേ പ്രശ്നത്തിന് തന്നെ പലതരത്തിലുള്ള ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കാം. അത് പലതരത്തിൽ പല ക്വാളിറ്റിയിലും പല ക്വാണ്ടിറ്റിയിലും വേരി ചെയ്യുന്ന, സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ഡിഫർ ചെയ്യുന്ന വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഫാക്ടേഴ്സാണ് പ്രോബ്ലം എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം ഒബ്ജക്റ്റീവ് എക്സ്റ്റേണൽ മാത്രമായിരിക്കണമെന്നില്ല, ഇൻറ്റേർണൽ സബ്ജക്റ്റീവുമായിരിക്കാം. അറ്റ് ദ സെയിം ടൈം അത് രണ്ടും ഒന്നിച്ചും എക്സിസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് തന്നെ ഇൻറ്റേർണലി ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു ഹോപ്പ് ഇല്ല, പ്രോബ്ലത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുമെന്നോ പ്രോബ്ലത്തെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇല്ലാതിരിക്കാം. അതുപോലെ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ എക്സ്റ്റേർണലി ഒരു ഫാമിലി സപ്പോർട്ടോ പിയർ സപ്പോർട്ടോ ഒന്നും ലഭിക്കാതിരിക്കുന്ന, ഒരു എക്സ്റ്റേർണലി നമുക്ക് സപ്പോർട്ട് ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് തന്നെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഉണ്ടായിരിക്കാം, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരിക്കാം, രണ്ടും ഒരേ സമയം കോ എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്, ഭയങ്കര ഡൈനാമിക് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു പ്രോബ്ലം നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പം ഈ പ്രോബ്ലം ഓൾറെഡി നമ്മുടെ സോഷ്യൽ ഏജൻസിയിൽ എത്തി. ഒരു ക്ലയൻറ്റ് വന്ന് ഒരു പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രസൻറ്റ് ചെയ്യുന്ന സെറ്റിംഗ് ആണ് സോഷ്യൽ ഏജൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നൊരു പ്രശ്നം പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ
ആ വ്യക്തി മറ്റൊരാളുടെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് മരുന്ന് മേടിക്കാൻ പോയി നമ്മൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള ഒരു ഫീല് തന്നെ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കും അല്ലേ. നമ്മളിപ്പോൾ സിക്കാണ്, നമുക്ക് സുഖമില്ല, നമ്മൾ വയ്യാതെ കിടക്കുകയാണ്, നമുക്ക് എന്തോ വയ്യായ്കയുണ്ട്, ഹെൽത്ത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് അറിയുന്ന ഒരു പോയിന്റ് ഇറ്റ് സെൽഫ് നമ്മൾ ഭയങ്കര ഡൗൺ ആവും. അല്ലെങ്കിൽ അത് തന്നെ നമുക്കൊരു സ്ട്രെസ്സാണ്. ഇനി ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, അത് തന്നെ നമ്മുടെ നോർമൽ ലൈഫിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ്, ഒരു ബാലൻസ് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സോഷ്യൽ ഏജൻസിയിൽ ഒരു ക്ലയൻറ്റ് വന്നിട്ട് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന സഹായങ്ങൾ വേണമെന്ന് മറ്റൊരാളോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു ക്ലയൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥ തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആണ് എന്നാണ് പ്രോബ്ലത്തെ പറ്റി വിശദമായി പഠിച്ചവർ പറയുന്നത്. ആരും ആഗ്രഹിക്കാത്ത ഒരു സ്റ്റേറ്റ് ആണ് ഒരു ക്ലയൻ്റ് ആയിട്ട് മറ്റൊരാളുടെ അടുത്ത് പ്രൊഫഷണൽ സർവീസിന് പോകുക എന്നുള്ളത്. ആരും അത്ര സന്തോഷത്തോടെ ചെയ്യുന്നതായിരിക്കണം എന്നില്ല, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്തേ മതിയായിരിക്കുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി സോഷ്യൽ ഏജൻസിയിൽ എത്തുന്നു, അവിടെ പോയി ഹെൽപ്പ് ചോദിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു തിരിച്ചറിവ് തന്നെ ഈ ഒരു പ്രോസസ്സിനെ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയേക്കാം. അപ്പോൾ ഒരേ സമയം ഒരു വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തോടൊപ്പം തന്നെ ഞാനൊരു ക്ലയൻ്റാണ്, ഞാൻ മറ്റൊരാളുടെ അടുത്ത് സഹായം ചോദിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവും ഈ പ്രശ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.